വെടിനിർത്തലിൽ വിശ്വാസമില്ല, ഏത് ആക്രമണങ്ങളെയും നേരിടാൻ സജ്ജമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തുന്നു. ടെഹ്റാനിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ മേഖലയിൽ നിലനിൽക്കുന്ന വെടിനിർത്തലിൽ വിശ്വാസമില്ലെന്നും ഏതു തരത്തിലുള്ള സൈനിക സാഹസികതകളെയും നേരിടാൻ തങ്ങളുടെ രാജ്യം പൂർണ്ണമായി തയ്യാറാണെന്നും ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർ സാദെ തിങ്കളാഴ്ച വ്യക്തമാക്കി. തുർക്കി, മലേഷ്യൻ പ്രതിരോധ മന്ത്രിമാരുമായി നടത്തിയ പ്രത്യേക ഫോൺ സംഭാഷണങ്ങളിലാണ് നസീർ സാദെ ഇറാന്റെ സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. മേഖലയിലെ സംഘർഷ സാധ്യതകൾക്ക് ഇത് അടിവരയിടുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് യുദ്ധവും അരക്ഷിതാവസ്ഥയും മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നസീർ സാദെ പ്രസ്താവിച്ചു. എന്നാൽ ആക്രമണകാരികളുടെ ഏതൊരു സാഹസിക നീക്കത്തിനും നിർണായകവും ശക്തവുമായ തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്തലിലെ താൽക്കാലിക ശാന്തതയിൽ പോലും ടെഹ്റാൻ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുലറെ അറിയിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് വെടിനിർത്തലിൽ വിശ്വാസമില്ല, അതിനാൽ ഏത് പുതിയ സാഹസികതയ്ക്കും വിവിധ സാഹചര്യങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലും പ്രതിരോധ ഗ്രൂപ്പുകളും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾക്കിടയിലാണ് ഇറാന്റെ സുപ്രധാന പ്രസ്താവന പുറത്തുവരുന്നത്. ഇതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപകടകരമായ നിലയിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം തിരികെ നൽകണമെന്ന് കാറ്റ്സ് ആവശ്യപ്പെട്ടു. ആണവ ബോംബ് നിർമ്മിക്കാൻ സമ്പുഷ്ട യുറേനിയം ഉപയോഗിക്കാമെന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ആശങ്ക. ഇറാനുമേൽ തങ്ങൾ നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യം അവരുടെ ആണവശേഷി ദുർബലപ്പെടുത്തുക എന്നതായിരുന്നുവെന്ന് ഒരഭിമുഖത്തിൽ കാറ്റ്സ് അവകാശപ്പെട്ടു. ആണവ ബോംബ് നിർമ്മിക്കാൻ യുറേനിയം ഉപയോഗിക്കാവുന്ന ഒരു മാർഗവും ഇപ്പോൾ ഇറാൻ ഇല്ലെന്നും ഇതിനായുള്ള അവരുടെ ട്രാൻസ്ഫർ ഫെസിലിറ്റികൾ നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് മേഖലയിലെ ആണവ നിർവ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. വെടിനിർത്തലിൽ തൃപ്തിയും സന്തോഷവും പ്രകടിപ്പിച്ച തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുലർ ഇറാനും മേഖലയ്ക്കും പ്രയോജനകരമാകുന്ന ന്യായമായ ഒരു ആണവ കരാറിലൂടെ ചർച്ചകൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിച്ചു. ഇത് സമാധാനപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യതകൾക്ക് ഊന്നൽ നൽകുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനുമെതിരായ അന്യായവും അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ യുദ്ധത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ പിന്തുണച്ചതിന് മലേഷ്യൻ സർക്കാരിന് നസീർ സാദെ നന്ദി പറഞ്ഞു. ഇസ്രായേലിനെയാണ് യുദ്ധത്തിന് തങ്ങൾ കുറ്റപ്പെടുത്തുന്നതെന്നും അതിനാൽ ഈ ആക്രമണത്തെ തുടക്കം മുതൽ ശക്തമായി അപലപിച്ചിരുന്നുവെന്നും മലേഷ്യൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഖാലിദ് നോഡിൻ വ്യക്തമാക്കി. ഇത് ആഗോളതലത്തിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തോടുള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നു. ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന നിലവിലെ വെടിനിർത്തൽ എത്രത്തോളം സുസ്ഥിരമാണെന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. മേഖലയിലെ സംഘർഷ സാധ്യതകൾ ഇനിയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്നും ഏതു നിമിഷവും സ്ഥിതിഗതികൾക്ക് മാറ്റം വരാമെന്നുമുള്ള വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്.